ഒരു വലിയ വാർത്ത തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലമായി വിവിധ മാധ്യമങ്ങൾ നൽകിയ വാർത്തയിൽ തന്നെ ഇത് വ്യക്തമായിരുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നു, അകലുന്നു എന്നുള്ള വാർത്തയായിരുന്നു. ഏതായാലും അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്കാണ് പുതിയ വാർത്ത എത്തിയിരിക്കുന്നത്. ചൈനയുമായിട്ടുള്ള ഒരു വമ്പൻ കരാറിൽ നിന്ന് ഇപ്പോൾ പാകിസ്ഥാൻ പിന്മാറിയിരിക്കുന്നു. ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനം J-35 വേണ്ട എന്ന് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയിരിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക മേധാവി ഡൊണാൾഡ് ട്രംപിനെ കാണുകയും അമേരിക്കയിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വിമാനം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈനയുടെ ആയുധങ്ങളെക്കുറിച്ചൊരു അവലോകനം പാകിസ്ഥാനിൽ നടക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ തീരുമാനമെന്നാണ് ചില പാക് മീഡിയാസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ അമേരിക്കയുടെ പക്കൽ നിന്നും F-16 ബ്ലോക്ക് 70 തുടങ്ങിയ യുദ്ധവിമാനങ്ങളും ഹിമാൻഡർ പീരങ്കികളും വാങ്ങാൻ ഒരു കരാറിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറും ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് കുറെ നികുതി ഇളവുകൾ പാകിസ്ഥാന് നൽകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചൈനയുമായിട്ടുള്ള ബന്ധം പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നു, പകരം അമേരിക്കയുമായി കൂടുതൽ അടുക്കുകയും അവരുടെ ആയുധങ്ങൾ വാങ്ങുകയും മറ്റും ചെയ്യുന്നു. ഇത് ചൈനയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം നിലവിൽ അവരുടെ വിമാനങ്ങൾക്കും ഇല്ലെങ്കിൽ അത്തരം ഓഹരികൾക്കൊക്കെ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവരുടെ ഉറ്റ സൈനിക പങ്കാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാകിസ്ഥാൻ അവരുമായിട്ടുള്ള 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ നിന്ന്, കരാറിൽ നിന്ന് പിന്മാറുന്നത് ഒരു വലിയ തിരിച്ചടി തന്നെ എന്നുള്ളതാണ്. ഇനി മറ്റു രീതിയിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ പറയുന്നത് തങ്ങൾ അങ്ങനെ പിന്മാറിയിട്ടില്ല എന്നവർ ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല. പകരം അവർ പറയുന്നത് കൂടുതൽ വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് F-16 ബ്ലോക്ക് 70 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു, ഹിർമാക്സ് പോലെയുള്ള ഭീരങ്കികളും വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ പകൽ പോലെ വ്യക്തമാണ് മറ്റുള്ള കരാറുകൾ റദ്ദ് ചെയ്തു. കാരണം പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന ഒരു രാജ്യമാണ്. അവിടെ ഈ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വലിയ ആയുധങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുമില്ല. അപ്പോൾ സ്വാഭാവികമായി ഡൊണാൾഡ് ട്രംപിനെ കണ്ട മുനീർ അവിടെ എല്ലാ സാധ്യതകളും തുറന്നിടുകയായിരുന്നു. ട്രംപ് മുൻപോട്ട് വെച്ച എല്ലാ ഉപാധികളും അംഗീകരിക്കുകയായിരുന്നു. അവരുടെ വ്യോമസേനയുടെ പൂർണ്ണ ഉത്തരവാദിത്തം, അതിൻ്റെ നടത്തിപ്പ് ചുമതല അമേരിക്കയ്ക്ക് നൽകും എന്ന് കഴിഞ്ഞ ദിവസം മുനീർ പറയുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.